ഹരരാ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരുന്ന ഈ വരവിൽ തന്നെ ഞങ്ങൾ അങ്ങയുടെ അടുത്തിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സംഗീത സാന്ദ്രമായ ഒരു അന്തരീക്ഷം അങ്ങ് തന്നെ സൃഷ്ടിച്ചാണ്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് വന്നു, പക്ഷേ അതിനേക്കാൾ ഉപരി ഞങ്ങളെ ശരിക്കും പറഞ്ഞ സംഗീതത്തിൻ്റെ വേറൊരു ലോകത്തിലേക്ക് അങ്ങ് എത്തിച്ചിരിക്കുകയാണ്. അത് ഈ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഈ എന്താ പറയുക, കലകളുടെ അതിൻ്റെ ഒരു ഊർജം എന്ന് പറയില്ല, നമ്മളെ അത് നമ്മളുടെ ചുറ്റും അതിങ്ങനെ വരും. അത് സ്വരങ്ങളായിട്ടും നിറങ്ങളായിട്ടും ശബ്ദ താള, ഇത് പല രീതിയുണ്ട്. പ്രകൃതി തന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ട്. അപ്പോൾ ഞാനൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ, ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ പലപ്പോഴും ഈ അന്തരീക്ഷത്തിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. പല പ്രതിഭകളും നമുക്ക് മുൻപേ നമ്മെ വിട്ടുപോയ ഇവിടുത്തെ പൂർവ്വ പിതൃക്കളുടെ ഒക്കെ അവര് വാരി വിതറിയിട്ട് പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ക്രിയേറ്റിവിറ്റി, അത് ചിത്രകലയുണ്ട്, സംഗീതമുണ്ട്, നൃത്തമുണ്ട്, സാഹിത്യമുണ്ട്. അപ്പോൾ അതിങ്ങനെ കിടക്കുക. അതിൻ്റെയൊക്കെ ഈ സ്വരങ്ങൾ എന്ന് പറയില്ല, അന്തരീക്ഷത്തിൽ ഈ എന്താ പറയുക, റേഡിയോ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ നമ്മൾ ദൂരദർശൻ അല്ലെങ്കിൽ നമ്മൾ ടി വിയിലൂടെയൊക്കെ, അപ്പോൾ അത് ആ ശബ്ദ തരംഗങ്ങളിലൂടെ ആണല്ലോ ഇതിൻ്റെ ഒരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഓഡിയോ കിട്ടുന്നത് എന്ന് പറയുന്ന പോലെ ഈ അന്തരീക്ഷത്തിൽ അതുണ്ട്. അത് നമ്മളെ അത് ഉദ്ദീപിപ്പിക്കും. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമ്മളെ കൊണ്ടത് ചെയ്യും. നമ്മൾ പാടുന്നതല്ല, നമ്മളെ കൊണ്ട് അത് ആകെ ഒരു ക്രിയേറ്റിവിറ്റി തരും, പാടിപ്പിക്കും. നമ്മൾ എന്ത് ക്രിയേറ്റിവിറ്റിയാണ് ഉള്ളത് അതിനെ കൂടുതൽ ഉണർത്തും. അങ്ങനെ ഒരു ഇതിൻ്റെ ഈ കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ആർട്ടിസ്റ്റുകളും നിങ്ങളെപ്പോലെയൊക്കെയുള്ള ഒരുപാട് പേര് വരുമ്പോൾ അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് സത്യമാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിട്ട്, കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിട്ടും അങ്ങനെ തന്നെ. അത് തന്നെയാണ് ഞങ്ങളെ നയിക്കുന്നത്. ഞങ്ങളെ കുടുംബാംഗങ്ങളെയൊക്കെ ഇന്നും ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എവിടെ പോയാലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എത്തിയാലും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന സ്നേഹം, കരുണ, വാത്സല്യം, ആ ബഹുമാനം ഒക്കെ അതിന് കാരണം ഞങ്ങളുടെ സെൽഫായിട്ട് നമ്മൾ നേടിയിട്ടുള്ള എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് കാരണമല്ല. അത് ചിലപ്പോൾ ഞാനൊരു സംഗീതകാരനാവാം, വേറെ ആൾ ഡോക്ടറാവാം, വേറെ ആൾ എഞ്ചിനീയർ ആവാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാവാം. പല പല വ്യക്തിത്വങ്ങളുണ്ടാവാം കുടുംബാംഗങ്ങളിൽ. അവരുടെ ആ ഒരു നേട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന, ഞങ്ങളുടെയൊക്കെ മുന്നിൽ നിൽക്കുന്ന പേരുകൾ, 2 പേരുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് കിളിമാനൂർ കൊട്ടാരം, രാജാ രവിവർമ്മ. അതെ, ഞങ്ങൾക്കും അത് ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്ത് പറഞ്ഞാൽ, ഞങ്ങൾ ഈ കവാടം കടന്ന് മുന്നോട്ട് വരുമ്പോൾ ഞങ്ങൾ ആദ്യം കണ്ടത് ആ വലിയ തമ്പുരാൻ്റെ മുന്നിൽ തെളിയുന്ന ആ വിളക്കാണ്. ആ വിളക്കിൻ്റെ മുമ്പിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ പോലും അറിയാതെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിപ്പെട്ടു. ശരിക്കും അതെപ്പോഴും അങ്ങനെ. അത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് വയ്യായികൾ ഉണ്ടെങ്കിലും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ അന്തരീക്ഷം നമ്മളെ കൊണ്ടുപോയിക്കോളൂ. അതാണ് ലിഫ്റ്റ് ചെയ്യുന്നത് നമ്മളെ. അത് ഏത് വഴി കൂടെയൊക്കെ കൊണ്ടുപോകുന്നു പറയാൻ പറ്റില്ല. അത് എൻ്റെ മാത്രമല്ല, ഇവിടെ ഇരുന്ന് പുറത്തുനിന്ന് വരുന്ന ആർട്ടിസ്റ്റുകൾ അവർ വരയ്ക്കാനിരിക്കും. അത് ഈ പായ വിരിച്ചിട്ടിരിക്കുന്നത്, ഇവിടെ ആർക്കും വരാം. ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേകിച്ചും സ്വാഗതം. അത് ജെന്യുവിൻ ആയിരിക്കണമെന്ന് മാത്രം. അവർക്ക് ഇവിടുന്ന് വരയ്ക്കാം, അവർക്ക് വേണം ഇരുന്ന് പാടാം, എഴുതാം. അതിന് പല പല സ്ഥലങ്ങളുണ്ട്. നൃത്തം ചെയ്യേണ്ടവർക്ക് അങ്ങോട്ട് പോയി നാടകശാലയിൽ പോയി നൃത്തം ആടാം, അവരുടെ കലാരൂപങ്ങൾ അവതരിപ്പിക്കാം. അതിനൊന്നും ഒരു തടസ്സമില്ല ഇവിടെ. ഇവിടെ ഞങ്ങൾ ഈ ക്യാമ്പസ് പകൽ സമയങ്ങളിൽ പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകൾക്ക് അവർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് കലയുടെ തറവാടാണ്, കലാസമർപ്പണമാണ്. അതെ. അപ്പോൾ ഇവിടെ കലാകാരന്മാരാണ് വരേണ്ടത്, ചരിത്രകാരന്മാരും. കലയെ സ്നേഹിക്കുകയും ചരിത്രത്തിനെ സ്നേഹിക്കുകയും രവിവർമ്മയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാർ വേണം, അല്ലേ? പിന്നെ ഇതിനെ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരു കലാക്ഷേത്രം തന്നെയാണ്. കിളിമാനൂർ കൊട്ടാരം ഞങ്ങളുടെ കുടുംബം ആണ്, ഞങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നൊക്കെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. പക്ഷെ ഇത് കലകളുടെ തറവാടിലൊരു കലാക്ഷേത്രമാണ്, ടെമ്പിൾ ഓഫ് ആർട്ട്.
അത് തന്നെയാണ്. അപ്പം ഇവിടെ ജ്വലിച്ചു നിൽക്കുന്ന ആ ഒരു ദീപം, അതെ, അത് എത്രത്തോളം അത് മറ്റുള്ളവരിലേക്കും കൂടെ പ്രകാശം അത് പരത്തണം അല്ലേ. അതെ, അതെ. ഓരോ സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു വാസ്തുപുരുഷനുണ്ട്. അതൊരു മുറിയാണെങ്കിൽ അതൊരു വാസ്തുവാണ്. ആ ഒരു ആംബിയൻസ് ഉണ്ട്. ഈ ആംബിയൻസുമായിട്ട് നമ്മൾ ബ്ലെൻഡ് ആവണം. അതെ, വരുന്ന ആളുടെ മനസ്സും ചിന്തയും പ്രവൃത്തിയൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലേ അത് ആസ്വാദ്യകരമാവുള്ളൂ. തീർച്ചയായും. അപ്പോൾ ഒരാൾ പെട്ടെന്ന് വന്നിട്ടായി ഇതെന്താ ഇവിടെ, ചിലപ്പോൾ അവർ ഇതിൻ്റെ ആത്മാവുമായിട്ട് ബ്ലെൻഡ് ആയിട്ടുള്ള അവർ അപ്പം തന്നെ പോകും. അല്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയുമായിട്ട് ട്യൂൺഡ് ആവാൻ പറ്റില്ല. അതെ, പല പല റീസൺസ് ഉണ്ട്. അത് എവിടെ പോയാലും, ഇവിടെ മാത്രമല്ല, ഏത് ചരിത്ര സ്മാരകത്തിൽ പോയാലും ആ ചരിത്ര നിറഞ്ഞു നിൽക്കുന്ന ഞാനെപ്പോഴും പറയും, ചരിത്രം പലപ്പോഴും നമ്മൾ പറയുന്നൊരു പ്രയോഗമാണ് ചരിത്രം ഉറങ്ങുന്ന ഇടം. അങ്ങനെ. പക്ഷെ ഞാൻ എപ്പോഴും പറയും നേരെ തിരിച്ചാണ്. ഉറങ്ങുന്നത് നമ്മളാണ്, ചരിത്രം ഉണർന്നിരിക്കുകയാണ്. എവിടെ ചെന്നാലും, ഏത് സ്ഥലത്ത്, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോലും, ഇനി ഇറ്റലിയിൽ പോയാലും റോമിൽ പോയാലും ചൈനയിൽ പോയാലും എവിടെ പോയാലും ചരിത്ര സ്മാരകങ്ങൾ ചരിത്രം ഉണർന്നിരിക്കുകയാണ്. നമ്മൾ ചെല്ലുമ്പോൾ ആ ചരിത്രം അത് നമ്മളോട് സംവദിക്കും. നമ്മൾ ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്രയും നേരം നമ്മൾ കേട്ടത് രാജാ രവിവർമ്മ തമ്പുരാന്റെ വിശേഷങ്ങളാണ്. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.